അൻത, അൻതും, അന, നഹ്നു. ഒരിക്കൽ കൂടി. ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു. ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു. ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു. ഇനി ഞാൻ കൈ ചൂണ്ടുമ്പോൾ നിങ്ങൾ അറബി മാത്രം പറയണം. മാഷാ അല്ലാഹ്, നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് ഖുർആനിലെ 1295 പദങ്ങളാണ്. ഹുവ, ഹും, അൻത, അൻതും, അന, നഹ്നു ഖുർആനിൽ 1295 പ്രാവശ്യം ആവർത്തിച്ച് വന്നിരിക്കുന്നു. നമുക്ക് 14 രൂപവും പഠിക്കേണ്ടതില്ല. അറബി ഭാഷയിൽ 14 സർവ്വനാമങ്ങളുണ്ട്. ഈ 14 രൂപവും നമുക്ക് പഠിക്കേണ്ടതില്ല. നമുക്ക് വെറും 6 രൂപങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അതാണ് നമ്മുടെ പഠനത്തിൻ്റെ പ്രത്യേകതയും. സാധാരണ അറബി ഭാഷ പഠിക്കുന്നവർ അറബി ഭാഷയിലെ ഒരു ക്രിയയുടെ 95 രൂപങ്ങൾ പഠിക്കുമ്പോൾ നാം 21 രൂപങ്ങളായി അതിനെ ചുരുക്കുകയാണ്. നാം 21 രൂപങ്ങളായി അതിനെ ചുരുക്കുകയാണ്. ഈ 21 രൂപങ്ങൾ ഒരു സാധാരണക്കാരന് ഓർമ്മിച്ചു വയ്ക്കാൻ വളരെ എളുപ്പമാണ്. അതേസമയം 95 രൂപങ്ങൾ ഒരാൾക്ക് ഓർമ്മിച്ചു വയ്ക്കുക പ്രയാസകരവുമാണ്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനമായി നാം സ്വീകരിക്കുന്ന ഈ 6 രൂപങ്ങൾ മാത്രം നാം പഠിക്കുക. അടുത്ത സ്റ്റെപ്പിൽ നാം 1 രൂപം കൂടി പഠിക്കും. അതോടുകൂടി 7 സർവ്വനാമങ്ങളായി അതിനെ നാം ഡെവലപ്പ് ചെയ്യുന്നതാണ്. ദ്വിവചനങ്ങൾ നാം തൽക്കാലം മാറ്റി നിർത്തുകയാണ്. അത് വളരെ അപൂർവമായി മാത്രമേ ഖുർആനിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അതെപ്പോഴാണോ വരുന്നത് ആ സന്ദർഭത്തിൽ മാത്രം നാം പഠിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീലിംഗ ബഹുവചനങ്ങളും സ്ത്രീലിംഗ പദപ്രയോഗങ്ങളും നാം തൽക്കാലം മാറ്റിവെക്കുകയാണ്. സ്ത്രീലിംഗ ക്രിയാരൂപങ്ങളുടെ 2 രൂപങ്ങൾ നാം 21 രൂപങ്ങളോടൊപ്പം ചേർത്തിട്ടുണ്ട്. അത് നാം അവസാന ഘട്ടത്തിൽ പഠിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ പ്രായത്തിൽ എനിക്കിത് പഠിക്കാൻ കഴിയുമോ? ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ, ഒരു കർഷകനല്ലേ, പാടത്ത് പണിയെടുക്കുന്നവനല്ലേ, ഓഫീസിൽ പണിയെടുത്ത് ക്ഷീണിച്ചു വരുന്നവനല്ലേ, അല്ലെങ്കിൽ അടുക്കളയിൽ പണിയെടുത്ത് ക്ഷീണിച്ച് അവശയായിരിക്കുന്നവളല്ലേ, എനിക്കതിങ്ങനെ പഠിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ ശ്രദ്ധിക്കുക, അള്ളാഹു പറയുന്നു, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ നാം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഘടനയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏറ്റവും ഉത്തമമായ ഘടനയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. നോക്കുക, മനുഷ്യൻ്റെ തലച്ചോറിന് 86 ബില്യൺ സെല്ലുകളുണ്ട്. 86 ബില്യൺ സെല്ലുകൾ. 8600 കോടി സെല്ലുകൾ ഒരു മനുഷ്യൻ്റെ തലച്ചോറിലുണ്ട്. 100 ബില്യൺ സെല്ലുകളുണ്ട് എന്നും അഭിപ്രായമുണ്ട്. 100 ബില്യൺ സെല്ലുകളുണ്ട് എന്നും അഭിപ്രായമുണ്ട്. 10,000 കോടി സെല്ലുകളുണ്ട് എന്നാണ് അഭിപ്രായം. ഈ സെല്ലുകളിലെ നിങ്ങൾ ഈ കാണുന്ന അടയാളപ്പെടുത്തിയിരിക്കുന്ന സെല്ലുകൾ അല്ലെങ്കിൽ കോളങ്ങൾ, സെല്ലുകൾ എന്ന് നാം പറയുമ്പോൾ അറകൾ ആണ്. സാധാരണ നാം കോശം എന്ന് പറയുന്ന രീതിയിലുള്ള സെല്ലുകളല്ല, മറിച്ച് അറകൾ. 100 ബില്യൺ 100 ബില്യൺ സെല്ലുകളുണ്ട്. 100 ബില്യൺ അറകളുണ്ട് മനുഷ്യൻ്റെ തലച്ചോറിന്. ഈ ഓരോ അറകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന 20,000 കണക്ഷനുകളുണ്ട്. ഒരു സെല്ലിൽ നിന്നും തൊട്ടടുത്ത സെല്ലിലേക്ക് ഇൻഫർമേഷൻ കടത്തിവിടുന്നതിന്, വിവരങ്ങൾ പരസ്പരം കൈമാറുന്നതിന് 20,000 തന്തുക്കളുണ്ട്. ഡെൻഡ്രൈറ്റ്സുകൾ എന്ന് ശാസ്ത്രത്തിൽ അതിന് പറയുന്നു. 20,000 ഡെൻഡ്രൈറ്റ്സുകൾ ഒരു സെല്ലിൽ നിന്നും തൊട്ടടുത്ത സെല്ലിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് 20,000 തന്തുക്കൾ തലച്ചോറിനുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ തലച്ചോറിൽ 100 ലക്ഷം കോടി കണക്ഷനുകൾ ഉണ്ട് എന്നാണ്. ഇൻഫർമേഷൻ പാസ് ചെയ്ത് വിടുന്നതിന്, വിവരങ്ങൾ പരസ്പരം കൈമാറുന്നതിന്. ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ 500 സെക്കൻഡിൽ 500 പ്രാവശ്യം ഇൻഫർമേഷൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലേക്ക് 500 പ്രാവശ്യം ഇൻഫർമേഷൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു വൈദ്യുത തരംഗങ്ങളുടെ രീതിയിൽ. തലച്ചോറിൽ വൈദ്യുത തരംഗങ്ങളുടെ രീതിയിലാണ് ഇൻഫർമേഷൻ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡിൽ 500 പ്രാവശ്യം വൈദ്യുത തരംഗങ്ങൾ ഒരു സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ശേഷിയുള്ള മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ 5% മാത്രമേ
വലിയ വലിയ ബുദ്ധിജീവികൾ പോലും ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിജീവികളും ഗവേഷകന്മാരുമൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഈ തലച്ചോറിൻ്റെ 5% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അതിലെ 95% കാലിയാണ് എന്നാണ്. അത് ഒട്ടുമിക്കവാറും തലച്ചോറ് കാലിയാണ് എന്നാണ്. അപ്പോൾ നാം പറയുന്നത് അതിൻ്റെ അല്പം ശേഷി നിങ്ങൾ ഖുർആൻ പഠനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഒരുപക്ഷെ 60 വയസ്സിനും അതിനു മീതെയും പ്രായമുള്ളവർ എൻ്റെ ഈ പ്രായത്തിൽ ഞാനെങ്ങനെ പഠിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി. 60 വയസ്സിന് മീതെ ഒരു ആളുടെ തലച്ചോറിൻ്റെ ശേഷിയുടെ 3% മാത്രമേ നശിക്കുന്നുള്ളൂ. ഭൗതികമായ ശേഷിയുടെ 3% മാത്രമേ നശിക്കുന്നുള്ളൂ എന്നാണ്. ആ പ്രായത്തിൽ അവർക്ക് ഓർമ്മശക്തി നിലനിൽക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ബ്രെയിനിന് നാം വ്യായാമം കൊടുക്കുന്നില്ല എന്നാണ്. നാം സാധാരണ ശരീരത്തിനാവശ്യമായ ബാഹ്യമായ ഭൗതികമായ ശരീരത്തിനാവശ്യമായ വ്യായാമം നൽകുന്നു. രാവിലെ നാം നടക്കുന്നു, ഓടുന്നു, അതുപോലെ തന്നെ മസാജ് ചെയ്യുന്നു, മുഖം മിനുക്കുന്നു, മുടി ചീകുന്നു, തലയിൽ എണ്ണ തേക്കുന്നു, അങ്ങനെ ബാഹ്യമായ എല്ലാ പുറം മോടികളും നാം മിനുക്കുന്നു. അതേസമയം ബുദ്ധിക്ക് നാം വ്യായാമം നൽകുന്നില്ല. അതുകൊണ്ട് യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. ബുദ്ധിക്ക് കൂടുതൽ ഉപയോഗം നൽകുക. ബുദ്ധി നാം തലച്ചോറിന് നാം കൂടുതൽ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ നാം ശേഷി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നാം നോക്കുക, നാം പഠിച്ച പദങ്ങളുടെ പട്ടിക നമുക്കിവിടെ കാണാം. അഊദു 17 പ്രാവശ്യം, അള്ളാഹ് 2700-ലധികം പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു, മിൻ 3000-ലധികം പ്രാവശ്യം, ഷെയ്ത്താൻ 88 പ്രാവശ്യം, റജീം 14 പ്രാവശ്യം. അതുപോലെ തന്നെ നാം പഠിച്ച ഇസ്മ അസ്മാ 39 പ്രാവശ്യവും, റഹ്മാൻ 57 പ്രാവശ്യം, അർ റഹീം നേരത്തെ നാം പറഞ്ഞതുപോലെ 182 പ്രാവശ്യം, ഹംദ് 43 പ്രാവശ്യം, റബ്ബ് 970 പ്രാവശ്യം, ആലമീൻ 73 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. ഹുവ 481, ഹും 444, അൻത 81, അൻതും 135, അന 68, നഹ്നു 86. ഇപ്പോൾ നാം പഠിച്ച പദങ്ങളുടെ ഗ്രാഫ് നമുക്കൊന്ന് കാണാം. ഇവിടെ നാം ആകെ പഠിച്ചിട്ടുള്ളത് 8500 പദങ്ങളാണ്. ഇന്നത്തെ സെഷനിൽ ഒരൊറ്റ ക്ലാസ് കൊണ്ട് നാം പഠിച്ചത് ഖുർആനിലെ 8500 പദങ്ങളാണ് നാം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. നാം ലക്ഷ്യം വയ്ക്കുന്നത് 62,000 പദങ്ങളാണ്. ഖുർആനിലാകെ 77,500 പദങ്ങളാണുള്ളത്. ഇപ്പോൾ ഖുർആനിലെ 11% പദങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഒരു പേജിലെ 14 പദങ്ങൾ നമുക്കിപ്പോൾ അറിയാൻ കഴിയും. ഇതൊരിക്കലും നിങ്ങൾ നിർത്തരുത്. ഖുർആൻ പഠനം വളരെ എളുപ്പമാണ്. നാം അടുത്ത സെഷനായി കാത്തിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.